ഇന്ന് തെക്കേ ഇന്ത്യയിലെ അതിപ്രശസ്തമായ ഹൃദയ ചികിത്സാ കേന്ദ്രമാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ നിംസ് മെഡിസിറ്റി. ഇന്ത്യയിലെ തന്നെ അതിപ്രധാനമായ ഒരു കരൾ ചികിത്സാ കേന്ദ്രം കൂടിയാണ് നിംസ് മെഡിസിറ്റി. അതിവിപുലവും സുസജ്ജവുമായ ഒരു ട്രോമ കെയർ യൂണിറ്റ് കൂടി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നൂറോളം സൗജന്യ ഹൃദയ ശസ്ത്രക്രിയകൾ, പാവപ്പെട്ടവർക്കായി സൗജന്യ ഡയാലിസിസ് പദ്ധതികൾ, ഹൃദ്രോഗ നിവാരണ ബോധവൽക്കരണ ക്യാമ്പുകൾ, മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരായ പ്രവർത്തനങ്ങൾ, ട്രൈബൽ ക്യാമ്പുകൾ, ഇവയൊക്കെയാണ് നിംസ് മെഡിസിറ്റി രോഗികൾക്കായി ഒരുക്കുന്നത്. ഒരു ആരോഗ്യ സന്ദേശമാണ് ഇന്ന് നിംസ് മെഡിസിറ്റി. തെക്കൻ കേരളത്തിലെ അതിപ്രധാനമായ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ദക്ഷിണേന്ത്യൻ ഹൃദയ ചികിത്സയുടെ തലസ്ഥാനവുമാണ് ഇന്ന് നിംസ്. കേരളത്തിൽ കരളിന്റെ സ്കാനിങ്ങിനായുള്ള ഹൈബ്രോ സ്കാൻ സംവിധാനമുള്ള ഏക ആശുപത്രിയും നിംസ് ആണ്. ഇന്ന് ദക്ഷിണേന്ത്യയിലെ അതിപ്രധാനമായ ഒരു ഹൃദയ ചികിത്സാലയമാണ് നിംസ് ഹാർട്ട് ഫൗണ്ടേഷൻ. 6ാം വാർഷികത്തിന്റെ നിറവിലെത്തി നിൽക്കുന്ന നിംസ് ഹാർട്ട് ഫൗണ്ടേഷൻ ദക്ഷിണ കേരളത്തിലെ ഹൃദയ ചികിത്സയുടെ തലസ്ഥാനം കൂടിയാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളും ആരോഗ്യമേളകളും സംഘടിപ്പിക്കുന്ന നെയ്യാറ്റിൻകരയിലെ നിംസ് മെഡിസിറ്റിയും മറിയം ഫൗണ്ടേഷനും സംയുക്തമായി സൂപ്പർ സ്പെഷ്യാലിറ്റി ക്യാമ്പ് സംഘടിപ്പിച്ചു. സമഗ്ര ആരോഗ്യ പരിചരണ രംഗത്ത് പുത്തൻ അധ്യായങ്ങൾ എഴുതി ചേർത്തുകൊണ്ട് നിംസ് മെഡിസിറ്റിയുടെ 300ാമത് മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് 31/1/2014 നിംസ് മെഡിസിറ്റിയിൽ സംഘടിപ്പിക്കപ്പെട്ടു. നിംസ് ഹാർട്ട് ഫൗണ്ടേഷനും മറിയം ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ക്യാമ്പിൽ 1200-ൽ ഏറെ പേരാണ് പങ്കെടുത്തത്. ഹൃദയ ചികിത്സാ രംഗത്തെ വിദഗ്ധർ പങ്കെടുത്ത ഏകദിന ക്യാമ്പിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും സൗജന്യ രക്തപരിശോധനയും തുടർ ചികിത്സാ ആനുകൂല്യങ്ങളും നൽകുകയുണ്ടായി. ക്യാമ്പിൽ വെച്ച് നിർധനരായ 3 പേരെ മമ്മൂട്ടി നിംസ് സൗജന്യ ഹൃദയ ചികിത്സാ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്തു. നിംസ് ഫൗണ്ടേഷൻ ചാരിറ്റി ഡയറക്ടർ MS നസീർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ നിംസ് MD ശ്രീ MS ഫൈസൽ ഖാൻ ക്യാമ്പ് അവതരണം നടത്തി. വളരെയേറെ ജനസൗകര്യമായ നിസ്വാർത്ഥ സേവനത്തിൻ്റെ ഫലമായി ഒരുപാട് നല്ല കാര്യം ചെയ്തു വരുന്നുണ്ട് എന്ന് മാനേജ്മെന്റ് അവകാശപ്പെടുന്നതിനേക്കാൾ ഏറെ നമ്മുടെ നെയ്യാറ്റിൻകരയും തിരുവനന്തപുരത്തും സൗത്ത് കേരളയിലൊക്കെ ചുരുങ്ങിയ 6 വർഷക്കാലം കൊണ്ട് ജനഹൃദയങ്ങളിൽ ജനനാവുകളിൽ മൗത്ത് പബ്ലിസിറ്റി എന്ന നിലയിൽ അവരനുഭവിച്ചറിയുന്ന കേട്ടറിയുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് അതൊരു മഹാശക്തിയായി പടച്ചുകൊണ്ടുവരാൻ ഈ ക്യാമ്പസിൽ എത്തിച്ചേരുന്ന ഒരിയേക്കും എല്ലാ ജീവനക്കാർക്കും വളരെ സന്തോഷകരമായ രീതിയിലുള്ള നന്മകൾ മാത്രം പറയാൻ കഴിയുന്ന ക്യാമ്പസായി നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ അധ്യക്ഷം വഹിക്കുന്നത് MDയുടെ മാവനും എൻ്റെ ജ്യേഷ്ഠ സഹോദരനുമായ ഞങ്ങളുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ട MS ഷാബോൺ അവർക്കാണ്. അവർക്ക് അധ്യക്ഷം വഹിക്കുന്ന അദ്ദേഹത്തിന് ഞങ്ങളുടെ സൗഹൃദമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് രണ്ടാമത് പറയേണ്ടത് കേരള രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെയൊക്കെ ജനകീയ നേതാവെന്നും നമ്മുടെ സുഖത്തിനും ദുഃഖത്തിനും പങ്കുചേരുന്ന ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ വക്താവ് കൂടിയായ മുൻ MLA കൂടിയായ MM ഹസൻ സാഹിബുകൾക്ക് ഞങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഈ മാനേജ്മെന്റിന്റെ പേരിലും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇപ്പോൾ സ്വാഗത പ്രസംഗികൻ അതിൻ്റെ സംക്ഷിപ്തമായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയുകയുണ്ടായി. ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന കാരണം മെഡിക്കൽ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരുടെ വന്നിട്ടുണ്ട്. അവർ വലിയ ആകാംക്ഷയോടിരിക്കുകയാണ്. അവരുടെ രോഗം എന്താണ്, അവരുടെ ചികിത്സ എന്താണ്, അത് വലിയ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയത്ത് അധികം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. സ്വാഗതം ആശംസിച്ച MS നസീറോട്ടനും KPCയുടെ വൈസ് പ്രസിഡന്റും മുതിർന്ന നേതാവും ജനശ്രീ മിഷന്റെ എല്ലാമെല്ലാമായ MS സർ, കോവളം മണ്ഡലം MLA ചന്ദ്രപ്രകാശൻ, അതുപോലെ തന്നെ BJPയുടെ സ്റ്റേറ്റ് ഇലക്ഷൻ കൺവീനർ അജിന് ശ്രീകുമാർ, ഇവിടെ
ചീഫ് ഗസ്റ്റായിട്ട് എത്തിയിട്ടുള്ള നമുക്കെല്ലാം സുപരിചിതമായ SFS ഫ്ലാറ്റുകളുടെ ഉടമയായ ശ്രീകാന്തേട്ടൻ, നിംസ് സ്ഥിതി ചെയ്യുന്ന ഈ വാർഡിലെ ബഹുമാനപ്പെട്ട കൗൺസിലർ ബാബേഷ്, എൻ്റെ ബന്ധുമിത്രാദികൾ, ക്യാമ്പിൽ പങ്കെടുക്കാൻ വന്ന മാന്യ വ്യക്തിത്വങ്ങളെ, നിംസ് മെഡിസിറ്റിയും മറിയം ഫൗണ്ടേഷനും സംയുക്തമായി നടത്തുന്ന രണ്ടാമത്തെ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. നിംസ് മെഡിസിറ്റി 300ഓളം മെഡിക്കൽ ക്യാമ്പുകളാണ് ഓരോ വർഷവും കണ്ടക്ട് ചെയ്യുന്നത്. മറിയം ഫൗണ്ടേഷൻ കൂടുതൽ മറിയം ഫൗണ്ടേഷനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ അങ്കിൾ ഇവിടെ പറഞ്ഞു. ഗ്രാൻഡ്മദറിൻ്റെ പേരിലുള്ള ഫൗണ്ടേഷനാണ്. വളരെയധികം കുടുംബങ്ങളുള്ള ഒരു ഫാമിലിയാണ് നമ്മുടെ. വളരെയധികം കുടുംബ ബന്ധുക്കളും കുടുംബ അംഗങ്ങളുമുള്ള ഒരു ഫാമിലിയാണ് മറിയം ഫൗണ്ടേഷൻ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള ഒരു ഫൗണ്ടേഷൻ രൂപീകരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു വർഷമെങ്കിലും ഒരുമിച്ച് കാണുവാൻ സാധിക്കും. എല്ലാവർക്കും ഒരു ജീവകാല പ്രവർത്തനത്തിൻ്റെ ഒരു ബാക്ക് ബോണായി നിംസ് മെഡിസിറ്റി നിൽക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. തുടക്കത്തിൽ തന്നെ വളരെയധികം ശ്ലാഘനീയമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് മറിയം ഫൗണ്ടേഷൻ കാഴ്ചവെച്ചിട്ടുള്ളത്. 600ഓളം പേർക്ക് ഡയാലിസിസ് നടത്തുവാൻ കഴിഞ്ഞ വർഷം സാധിച്ചു എന്നുള്ളത് വലിയ നേട്ടമായി ഞങ്ങൾ കരുതുന്നു. കാരണം ഈ ഒരു ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ കാരണങ്ങൾ തന്നെ കൊണ്ട് തന്നെ പല പ്രാവശ്യവും പല ഫാമിലിയുമായിട്ടും പല കുടുംബങ്ങളുമായിട്ടും വിളിക്കുവാനും കൂടുതൽ ബന്ധങ്ങളെ പറ്റി പുതുക്കുവാനും നമുക്ക് കഴിയുന്നു എന്നുള്ളത് വലിയ നേട്ടമായി കരുതുന്നു. നമുക്കറിയാം, ഇന്നിവിടെ കണ്ടക്ട് ചെയ്യുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പാണ്. സാധാരണ മെഡിക്കൽ ക്യാമ്പിൽ നിന്നും വ്യത്യസ്തമാണ്. ഒരു ഡോക്ടർ ഒരു രോഗി അല്ലെങ്കിൽ അത്യാവശ്യം ചെറിയ ട്രീറ്റ്മെൻറ്റുകൾക്ക് ഒരു പാരസെറ്റമോൾ കുടിച്ചു കൊടുക്കുന്ന ക്യാമ്പിൽ നിന്ന് വ്യത്യസ്തമായി ഹൃദയം, വൃക്ക, കരൾ, ലങ്സ് തുടങ്ങിയ ആന്തര അവയവങ്ങൾക്കുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ നേർഗതിയിലാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്ന ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ഹൃദ്രോഗമാണെങ്കിലും കരൾ രോഗമാണെങ്കിലും വൃക്കരോഗമാണെങ്കിലും ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്നതല്ല. അത് ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് വ്യായാമക്കുറവുണ്ടാവാം, നമ്മുടെ ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാവാം, ഭക്ഷണത്തിൻ്റെ തെറ്റായിട്ടുള്ള കൊഴുപ്പടികളുണ്ടാവാം. ഇതെല്ലാം തന്നെ ഇതുപോലുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പക്ഷേ ഇതുപോലെയുള്ള ക്യാമ്പുകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചെക്കപ്പുകൾ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ ചെയ്യുവാണെങ്കിൽ, ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന, കാരണം ലിവറെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അളവുകളുടെ വ്യതിയാനം വർഷങ്ങളോളം കഴിഞ്ഞിട്ടാണ് കൂടുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്യാമ്പുകൾ, ഇതുപോലെയുള്ള ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യം വരില്ല. വ്യായാമവും അല്ലെങ്കിൽ കൃത്യമായ ഭക്ഷണത്തിൻ്റെ ചേരുവെല്ലാം ചേർത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അത് പൂർണ്ണസ്ഥിതിയിലോട്ട് അല്ലെങ്കിൽ പഴയ പ്രവർത്തന രീതിയിലോട്ട് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നിംസ് മെഡിസിറ്റി കണ്ടക്ട് ചെയ്ത ഹൃദ്രോഗ നിർണയ ക്യാമ്പിൽ, കരൾരോഗ നിർണയ ക്യാമ്പുകളിൽ തന്നെ വളരെയധികം നമുക്ക് ഒരു അസുഖമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ചെക്കപ്പ് നോക്കുമ്പോഴാണ് അവരുടെ പ്രവർത്തനത്തിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ ആ ഭീകരത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാവരും പതുക്കെ പറയുന്നത് പോലെ എല്ലാവരും പറഞ്ഞത് ഞാൻ രോഗിയല്ല, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേ നമ്മുടെ ഉള്ളിലുള്ള ആന്തരാവയവങ്ങളുടെ പ്രവർത്തനം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. മുൻ മന്ത്രി KPCC വൈസ് പ്രസിഡന്റുമായ ശ്രീ MM ഹസനായിരുന്നു ഈ ജീവകാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടകൻ. പ്രിയങ്കരനുമായ ശ്രീ ഫൈസൽ ഖാൻ, ശ്രീ MS നസീർ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മറിയം ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഒരു പ്രസംഗത്തിന് പ്രസക്തി കുറവാണ്. ഫൈസൽ ഖാൻ തന്നെ പറഞ്ഞത് 1500ഓളം ആളുകൾ ഈ മെഡിക്കൽ ക്യാമ്പിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം പരിശോധിക്കാൻ, അവർക്ക് രോഗനിർണയം നടത്തി ചികിത്സയൊക്കെ കൊടുക്കാൻ ഒരുപാട് സമയം വേണം. അതുകൊണ്ട് സമയം അപഹരിക്കുന്നില്ല. ഒരു കാര്യം മാത്രം ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കും. ഫൈസൽ ഖാൻ്റെ ഗ്രാൻഡ് മദർ, നമ്മുടെ ഷാജഹാൻ സാഹിബിൻ്റെയും അതുപോലെ നസീറിൻ്റെയും ഒക്കെ മാതാവ്, അവരുടെ ഓർമ്മയ്ക്കായി രൂപീകരിച്ച ഈ മറിയം ട്രസ്റ്റ് വളരെ മാതൃകാപരമായ ഒരു സംരംഭമാണ് നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് അവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കും.
മരണപ്പെട്ടവരുടെ പരലോക ജീവിതത്തിന് അല്ലെങ്കിൽ അവരുടെ പാപമോചനത്തിനായി നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. സാധാരണ നമ്മളതിന് വലിയ ചടങ്ങുകളൊക്കെ നടത്തും, വലിയ സദ്യയും ഭക്ഷണവും ഒക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാളെല്ലാം എത്രയോ ഫലപ്രദമായിട്ടുള്ളതാണ് ഈ ആരോഗ്യ പ്രശ്നമുള്ള ആളുകൾക്ക്, രോഗികൾക്ക് സൗജന്യമായി ചികിത്സയും മറ്റു സഹായവും നൽകുന്നത്. സർക്കാർ നമ്മുടെ ആരോഗ്യ സംരക്ഷണം എന്നുള്ളതിന് പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അതിന് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നത് വളരെ അഭിനന്ദനാർഹമാണ്. എന്നാൽ അതൊരു സർക്കാർ തലത്തിൽ തന്നെ അതിനൊരു സംവിധാനം, ആ പാവപ്പെട്ടവരെ ചികിത്സിക്കാൻ ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നത് പോലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിച്ചുകൊണ്ട് ഈ മറിയം ഫൗണ്ടേഷൻ നടത്തുന്ന ഈ മെഡിക്കൽ ക്യാമ്പിന് എല്ലാ വിജയാശംസകളും നേരുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. മറിയം ഫൗണ്ടേഷൻ ചാരിറ്റി ഡയറക്ടർ MS രാജഹാൻ അധ്യക്ഷനായ ചടങ്ങിൽ വെച്ച് നിംസ് ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം ശ്രീമതി ജമീല പ്രകാശം MLA നിർവഹിച്ചു. പേരാണ് നിംസ് സംരക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ സംരക്ഷണ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഉദ്ഘാടനം ഇന്നാണ് ആരംഭിക്കുന്നതെങ്കിലും ഇവിടുത്തെ ബഹുമാനപ്പെട്ട വാർഡ് കൗൺസിലിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഈ വാർഡിലുള്ള 24ഓളം വിധവകൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സൗജന്യ ഇൻഷുറൻസ് അദ്ദേഹം എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കുന്നത്. വളരെ സന്തോഷം തരുന്നതാണ് ഈ ചടങ്ങ്. സന്തോഷം മാത്രമല്ല, നമുക്ക് ഭാവിയെപ്പറ്റി ഒരുപാട് പ്രതീക്ഷകളും, ഒട്ടും ഒരു കാര്യവും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റാത്ത ഇന്നത്തെ ലോകത്ത് ഒരുപാട് സമാധാനവും നമുക്ക് കാട്ടിത്തരുന്നതാണ് ഈ ചടങ്ങ്. സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ ഒരുപാട് സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണമെന്ന് രാജ്യത്തെ ഭരണാധികാരത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരും സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നവരും ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. അതൊരു പുതിയ കാര്യമല്ല. വികസിത രാജ്യങ്ങളിൽ പണ്ട് മുതലേ തന്നെ, ഇന്ത്യ പോലെയുള്ള അർദ്ധ വികസിത രാജ്യങ്ങളിലും ഒക്കെ ഒരുപാട് ശക്തിയുള്ള പ്രസ്ഥാനങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ശക്തിയുള്ളവരും സേവന രംഗത്ത്, വ്യാവസായിക രംഗത്ത് ഒക്കെ ശക്തമായിട്ടുള്ള വേരോടിയിട്ടുള്ള പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരിക്കുന്നവരുമൊക്കെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ ഒരു ഉദാഹരണമാണ്. ഇന്ത്യയിൽ ടാറ്റയും ബിർളയും ഒക്കെ പണ്ട് നടത്തി കാണിച്ച ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ, ആ കാര്യങ്ങൾ നമുക്കെന്നും ഒരു ഉദാഹരണമാണ്. പക്ഷേ ഈ നാട്ടിൻപുറത്ത്, ഇതൊരു നാട്ടിൻപുറം തന്നെയാണ്. നെയ്യാറ്റിൻകര താലൂക്ക് നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും, ടൗൺഷിപ്പ് എന്നൊക്കെ പേരിട്ട് വിളിച്ചാലും, ജനങ്ങളുടെ ആകെ മൊത്തം ജീവിത രീതിയും ജീവിത നിലവാരവും എടുത്തു നോക്കുമ്പോൾ ഇതൊരു നാട്ടിൻപുറം തന്നെയാണ്. ഈ നാട്ടിൻപുറത്തേക്ക് ഇന്ന് ലോകമെമ്പാടും ഏറ്റവും വികസിച്ച സ്ഥലങ്ങളിൽ മാത്രം കാണപ്പെടുന്ന സേവന മാതൃകകൾ, പ്രത്യേകിച്ച് ആരോഗ്യ പരിരക്ഷണത്തിൻ്റെ രംഗത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞത് ഫൈസൽ ഖാൻ്റെ, അദ്ദേഹത്തിൻ്റെ അഭിവന്ദ്യനായ പിതാവിൻ്റെയും ആ കുടുംബത്തിൻ്റെ മൊത്തം മുതിർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെയും ഒരു വലിയ ദൃഢനിശ്ചയവും അവരുടെ മനസ്സിൻ്റെ വിശാലതയെയും അത് ചൂണ്ടിക്കാണിക്കുകയാണ്. ചടങ്ങിൽ SFS ഗ്രൂപ്പ് MD ശ്രീകാന്ത് മുഖ്യാതിഥിയായിരുന്നു. ഇതിനെപ്പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. അതെനിക്ക് തന്നെ ഒരു പേഴ്സണൽ അനുഭവമുണ്ട്. കഴിഞ്ഞ വർഷം ഏതാണ്ട് ജാനുവരി ഫെബ്രുവരി മാസത്തിൽ ഞങ്ങളുടെ ഒരു മേജർ ഹൗസിംഗ് പ്രോജക്റ്റ് കിഴക്കൂട്ടത്ത് നിംസ് മെഡിസിറ്റിയും ചേർന്ന് ഇതേമാതിരി ഒരു ഫ്രീ മെഡിക്കൽ ക്യാമ്പ് നടത്തി. അതിൽ നിന്ന് എനിക്കൊരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ട്. ഡോക്ടേഴ്സും അവരുടെ സപ്പോർട്ട് സ്റ്റാഫിൻ്റെ ഡെഡിക്കേഷനും ഈ ക്യാമ്പിന് വരുന്നവർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട്.
അതുകാരണം ഒരുപാട് ഫ്യൂച്ചർ പ്രോഗ്രാംസിനും എല്ലാ ആശംസകളുണ്ട്. ഫൈസൽ ഖാൻ്റെ ലീഡർഷിപ്പ് ഒരു യങ് ഡൈനാമിക് ലീഡർഷിപ്പാണ്. ഇതെന്നേക്കും നടക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നൂറുകണക്കിന് രോഗികൾക്കും വിധവകൾക്കുമുള്ള ധനസഹായ ചികിത്സാ പദ്ധതികളും ക്യാമ്പിൽ പ്രഖ്യാപിക്കപ്പെട്ടു. സഹായനിധി ഉദ്ഘാടനവും രാജേഷ് ശ്രീകാന്ത് മറിയം ഫൗണ്ടേഷൻ്റെ സഹായനിധി എന്ന് പറയുമ്പോൾ ഫൗണ്ടേഷൻ്റെ കുടുംബാംഗങ്ങൾ തന്നെ സ്വരൂപിച്ചിട്ടുള്ള ഒരു ഫണ്ടാണ്. അപ്പം ആ ഡയറക്ടർ ബോർഡുണ്ട്, അതിനോട് സെക്രട്ടറി ഉണ്ട്, ട്രഷററുണ്ട്. അപ്പം ട്രഷറാണ് എൻ്റെ മാതാവിൻ്റെ അനിയത്തിയുടെയായ ശ്രീമതി ഷംല. അവിടുത്തെ ഈ ധനസഹായ നിധി ഏറ്റുവാങ്ങാനായി ട്രഷറിനെ ക്ഷണിച്ചോളൂ. നിംസ് ഹോസ്പിറ്റൽ ഈ പ്രദേശത്ത് വന്നതിൽ ശരിക്കും ഈ പ്രദേശവാസികളും അതുപോലെ ഈ നാട്ടുകാരും ശരിക്കും സന്തോഷമാണ്. കാരണം ഈ പ്രദേശത്തിൻ്റെ വികസനം മാത്രമല്ല, മാനുഷിക പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റം നമ്മെ അത്ഭുതപ്പെടുന്ന തരത്തിലാണ് ശ്രീ ഫൈസൽ ഖാനും അതുപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബവും ജനങ്ങളോട് പ്രവർത്തിക്കുന്നു, കാരുണ്യം കാണിക്കുന്നു. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നിരവധി ഉദാഹരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെ റസൽപുരം എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി, ആ വിദ്യാർത്ഥിനിക്ക് ഹാർട്ടിൻ്റെ അസുഖത്താൽ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടു. പക്ഷേ സാമ്പത്തികമായി വളരെ പിന്നിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ്. നമ്മുടെ ഇതര പ്രദേശത്തുള്ള ഹോസ്പിറ്റലുമായി അവർ സമീപിച്ചപ്പോൾ അന്ന് 1,35,000 രൂപയാണ് ആവശ്യപ്പെട്ടത്. തിരുവനന്തപുരത്തുള്ള പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയപ്പോൾ ഈ മാതാവും പിതാവുമായി വളരെ സാമ്പത്തികമായി പിന്നിൽ നിൽക്കുകയാണ്. അവർ വളരെ വേദനിച്ചുകൊണ്ട് ഓരോ ഹോസ്പിറ്റലിൻ്റെ പടിവാതിൽ ചവിട്ടുമ്പോഴും അവർ വേദനിപ്പിക്കുന്ന ഒരു മനസ്സുമായാണ് അവർ പടിയിറങ്ങുന്നത്. അങ്ങനെ നമ്മുടെ BJPയുടെ മുൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്രീ PP മുകുന്ദൻ അദ്ദേഹം എന്നോട് പറഞ്ഞു, വളരെ വളരെ പ്രയാസപ്പെടുന്ന ഒരു കുടുംബമാണ്, ഈ കുട്ടിയുടെ ജീവൻ അപകടത്തിലാണ്, ഈ കുട്ടിയെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും മാർഗമുണ്ട്, ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ നിംസ് ഹോസ്പിറ്റലിലെ ഫൈസൽ ജിയോടാന്ന് പറയുമെന്ന് ചോദിച്ചു. ഞാൻ തീർച്ചയായിട്ടും ഫൈസൽ ജിയോട് വന്ന് ഈ കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് അഡ്വാൻസ് ആയിട്ട് തന്നെ പറഞ്ഞു, ഇത്രയും വേദന അനുഭവിക്കുന്ന കുട്ടിയെ തീർച്ചയായിട്ടും ജ്യേഷ്ഠ ഞാൻ സഹായിക്കും എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ നടത്തിയത് മാത്രമല്ല, എല്ലാ മരുന്നിൻ്റെ സഹായവും അതുപോലെ ഭക്ഷണം പോലും ഇവിടെ തന്നെ സൗജന്യമായി നൽകുകയും ആ കുട്ടി ഇന്ന് വളരെ ആരോഗ്യപരമായിട്ട് ഡിഗ്രി എന്തോ പഠിക്കുകയാണ്. ഇവിടെ റസൽപുരത്തിൽ ഒരുപക്ഷെ ആ കുട്ടികളുടെ ബന്ധുക്കൾ ഇവിടെ കാണും. അതുമാത്രമല്ല, ഈ അടുത്ത കാലത്തായി 1000 പേർക്കാണ് ഫ്രീ ഡയാലിസിസ് വഴി ഇവിടെ ഗ്യാസ് വിതരണം ചെയ്തത്. അതിൻ്റെ ഉപഭോക്താക്കൾ ഒരുപക്ഷെ ഇവിടെ ഉണ്ടായിരിക്കാം. ഇതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞാൽ നിരവധി കാര്യങ്ങളുണ്ട്. സാമ്പത്തികമായി വളരെ പിന്നിൽ നിൽക്കുന്നവർക്ക് ബില്ല് വരുന്ന സമയത്ത് നാം ഓരോരുത്തരും ഒരുപക്ഷെ നിരവധി രാഷ്ട്രീയ പ്രവർത്തകരോടുണ്ട്, ആര് പറഞ്ഞാലും സാധാരണക്കാർ പോയി പറഞ്ഞാലും മനസ്സലിയുന്ന ഒരു പ്രവർത്തനമാണ് ഈ ഫൈസൽ ജി എന്ന് പറയുന്ന ഫൈസൽ ഖാന്റെ ഭാഗത്ത് നല്ലത്. രാഷ്ട്രീയത്തിനും ജാതിക്കും അതീതമായി പ്രവർത്തിക്കുന്നുവെന്ന് വളരെ ധൈര്യപൂർവ്വം എനിക്കത് പറയാൻ സാധിക്കും. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുമുള്ള 1000-ഓളം രോഗികളാണ് ക്യാമ്പ് പ്രയോജനപ്പെടുത്തിയത്. നിംസ് മെഡിസിറ്റിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പാണ് ഇന്നിവിടെ നടന്നത്. 1200-ഓളം രജിസ്ട്രേഷനായിരുന്നു ഇന്നത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പിലുണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ മുമ്പിൽ നിൽക്കുന്ന ഹൃദ്രോഗം, കാർഡിയോളജി, കാർഡിയക് സർജറി, നെഫ്രോ, ഗ്യാസ്ട്രോ, നിയോനറ്റോളജി, ഇങ്ങനെയുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഒരു സൗജന്യ ക്യാമ്പായിരുന്നു ഇന്ന് നിംസ് മെഡിസിറ്റിയിൽ കണ്ടക്ട് ചെയ്തത്. ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളാണ് നേരത്തെ പറഞ്ഞതെല്ലാം. നമുക്ക് കൃത്യമായ ഭക്ഷണ രീതികളും വ്യായാമവും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ഈ ആന്തരാവയവങ്ങളെ സംരക്ഷിക്കാം എന്നുള്ളതാണ്.
പലപ്പോഴും ഈ പ്രവർത്തനങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ടെസ്റ്റിലുള്ള വ്യതിയാനങ്ങൾ പഴകുന്തോറും അത് കൂടി വരുന്നോറുമാണ് വലിയ രീതിയിലുള്ള രോഗത്തിലോട്ട് നമ്മൾ അടിമകളാകുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ കരൾ രോഗം എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം കൊണ്ടുണ്ടാകുന്നതല്ല. കരൾ രോഗം കാലപ്പഴക്കം കൊണ്ടുള്ള ടെസ്റ്റുകളുടെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഓരോന്നിൻ്റെയും വ്യതിയാനങ്ങൾ കൂടി വർദ്ധിച്ചു വന്നിട്ടാണ് അത് ലിവർ സിറോസിസ് ആയിട്ടൊക്കെ മാറുന്നത്. അപ്പോൾ നേരത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ ലിവറിൻ്റെ ഡിസീസ് ആയിരുന്നാലും കിഡ്നിയുടെ രോഗങ്ങളായിരുന്നാലും നേരത്തെ നമുക്ക് കൃത്യമായ പരിശോധനകൾ കൂടി നമുക്ക് അത് സംരക്ഷിക്കപ്പെടാം എന്നുള്ളതാണ്. അപ്പോൾ രോഗം വരാതെ നമുക്ക് എങ്ങനെ കാത്തു സൂക്ഷിക്കാം എന്നുള്ളതാണ് ഓരോ മെഡിക്കൽ ക്യാമ്പും നിംസ് കണ്ടക്ട് ചെയ്യുമ്പോൾ നിംസ് നൽകുന്ന സന്ദേശം. ഇപ്പോൾ ഈ ക്യാമ്പിൽ തന്നെ നമുക്ക് യൂറിയ, ക്രിയാറ്റിൻ, SGOT, ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, അതേമാതിരി തന്നെ ലിവർ സ്കാൻ, ഫൈബ്രോ സ്കാൻ, ആൻജിയോഗ്രാം, അങ്ങനെ എല്ലാം ഉൾപ്പെടുന്ന എല്ലാ രീതികളിലും എല്ലാ മൾട്ടി ഓർഗനായിട്ടുള്ള സംരക്ഷിക്കപ്പെടുന്ന ഒരു ക്യാമ്പാണ് ഇന്നിവിടെ കണ്ടക്ട് ചെയ്തത്. ബഹുമാനപ്പെട്ട കോവളം നിയോജകമണ്ഡലം MLA ഉണ്ടായിരുന്നു. അതേമാതിരി തന്നെ KPCC വൈസ് പ്രസിഡൻ്റായിട്ടുള്ള MM ഹസൻ സാർ ഉണ്ടായിരുന്നു. അതേമാതിരി തന്നെ എല്ലാ രീതിയിലുള്ള പ്രഗത്ഭ വ്യക്തികളുടെ സാന്നിധ്യം ഈ ക്യാമ്പിനുണ്ടായിരുന്നു. അതിലുപരി 6 ജില്ലകളിൽ നിന്ന് പോലും പ്രാതിനിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത്. തമിഴ്നാടായിരുന്നാലും കേരളമായിരുന്നാലും എല്ലാ സമീപ പ്രദേശങ്ങളിലെല്ലാം ഒരു പ്രാതിനിധ്യമായിരുന്നു ഈ ക്യാമ്പിനുണ്ടായിരുന്നത്. ആൾക്കാരിൽ വർദ്ധിച്ചു വരുന്ന ഒരു അവയർനെസ് ഉള്ളത് നമ്മുടെ ഈ ക്യാമ്പ് കൂടുതൽ നടത്തുന്ന പ്രചോദനം തന്നെയാണ്. കാരണം പണ്ട് ക്യാമ്പ് നടത്തുമ്പോൾ നമുക്കറിയാം 100-150 പേരൊക്കെയാണ് മാക്സിമം രജിസ്റ്റർ ചെയ്യുന്നത്. ഇപ്പം കൂടുതൽ ആൾക്കാർക്ക് അവയർനെസ് വന്നു. കാരണം എന്താ ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ പരിശോധിക്കണം, എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ ശരീരത്തിൻ്റെ രീതി എന്നൊക്കെ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ നല്ലൊരു കാര്യമായിരിക്കും. കൂടുതൽ നമ്മൾ രോഗങ്ങൾ ക്ഷണിച്ച് വരുത്താതെ അതിന് മുമ്പ് തന്നെ നമുക്ക് തടയാൻ സാധിക്കണം എന്നാണ് ഈ ക്യാമ്പിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് മനസ്സിലാക്കുന്നു. സന്നദ്ധ സംഘടനകളും അതുമാതിരി തന്നെ ആർക്ക് വേണമെങ്കിലും നിംസ് മെഡിസിറ്റിയെ സമീപിക്കാം. നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ പ്രദേശത്തോ നിങ്ങളുടെ ഓർഗനൈസേഷനോ നിങ്ങളുടെ സംഘടനയിലോ ഒരു ക്യാമ്പ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ പൂർണ്ണമായും നിങ്ങളോടൊപ്പം ക്യാമ്പ് പൂർണ്ണമായും സൗജന്യത്തോടെ നമ്മുടെ ഡോക്ടേഴ്സും ഡിപ്പാർട്ട്മെൻറ്റ്സും പാരാമെഡിക്കൽ സ്റ്റാഫും വന്ന് ക്യാമ്പ് കണ്ടക്ട് ചെയ്യാൻ നമ്മൾ പൂർണ്ണമായും സന്നദ്ധരാണ് എന്നുള്ള ആ ഒരു വിഷയം കൂടി ഞാനിവിടെ ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളുന്നു. നിംസിൻ്റെ കഴിഞ്ഞ വർഷം 300 ക്യാമ്പ് കണ്ടക്ട് ചെയ്തു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ 300 ക്യാമ്പുകളും നിംസ് നേരിട്ട് നടത്തിയ ക്യാമ്പുകളുണ്ട്. സന്നദ്ധ സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷൻ, അതേമാതിരി അല്ലെങ്കിൽ ആരോഗ്യശ്രീ, അതേമാതിരി ജനശ്രീ, കുടുംബശ്രീ എന്നെല്ലാം എല്ലാ രീതികളിലും അവരുടെയും പ്രാതിനിധ്യത്തോടു കൂടിയാണ് ഈ ക്യാമ്പുകൾ നടത്തുവാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങൾക്കും നിംസ് മെഡിസിറ്റിയുടെ ക്യാമ്പുകൾ പങ്കുചേർന്നുകൊണ്ട് ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സമഗ്ര ആരോഗ്യ പരിചരണത്തോടുള്ള സാമൂഹ്യ ഉത്തരവാദിത്വം നിറവേറ്റുവാനായി നിംസ് മെഡിസിറ്റി നിങ്ങളുടെ പ്രദേശത്തും സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. വിദഗ്ധ ഡോക്ടർമാർ പങ്കെടുക്കുന്ന ഈ ക്യാമ്പുകൾ തികച്ചും സൗജന്യമാണ്. നിങ്ങളുടെ പ്രദേശത്തും ഈ ക്യാമ്പുകൾ സംഘടിപ്പിക്കുവാനായി 9947142308 എന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക.